വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ അനീഷ് മണ്ടൻ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും മൂപ്പര് പകുതിക്ക് വെച്ച് അവസാനിപ്പിക്കുന്ന ഒരാളാണെന്ന് ഞാൻ പറയാറുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മളൊരു വീഡിയോ പോസ്റ്റ് നമ്മളൊരു ക്ലിപ്പിങ്സ് കാണിക്കും. അപ്പോൾ അവൻ തനി മരമണ്ടനാന്നുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ പറയണത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷ് കല്യാണം കഴിച്ചു, പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ചു. അനീഷ് നല്ല ജോലി കിട്ടി, ഗവൺമെൻറ് ജോലി കിട്ടി, അത് പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ച് ബിഗ് ബോസും കളിച്ച് നടക്കുക. ആ ഒരു ടീച്ചറുടെ ജോലി, ഒരു അധ്യാപകൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് PSC എഴുതിയിട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഭാഗ്യമാണ്. എത്രയോ ആൾക്കാർ അതിന് വേണ്ടിയിട്ട് രാപ്പകൽ കഷ്ടപ്പെട്ട് ഇരിക്കുന്നു. ജോലി ആവശ്യമുള്ളവർ അവർക്ക് കിട്ടിയില്ല. ഈ ജോലി ആവശ്യമില്ലാത്ത, ജോലി കിട്ടിയിട്ട് ലീവ് എടുത്ത് കാർ കളിച്ച് നടക്കുന്ന, ബിഗ് ബോസ് കളിച്ച് നമ്മുടെ ഓരോ കാര്യങ്ങൾക്ക് ഇവിടുന്ന് നടക്കുന്ന, ഇപ്പം ഈ നോവൽ എഴുതാനൊക്കെ മൂപ്പർക്ക് ഗവൺമെൻറ് ജോലിയിൽ ലീവ് എടുത്തിട്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരാൾക്കാണ് ഗവൺമെൻറ് ജോലി കിട്ടുന്നത്. അപ്പോൾ ഇയാൾ എത്ര മണ്ടനാണെന്ന് നോക്കിയേ. അപ്പോൾ ഒന്നും തുടങ്ങിയോടത്ത് ഒരു അവസാനം ഒന്നിനുമില്ല. ഒക്കെ പകുതിക്ക് വെച്ച് നിർത്തുന്ന ഒരു വ്യക്തിയാണ് ഇവൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇവൻ മണ്ടനാണ്, ബുദ്ധിയില്ലാത്തവനാണ്, കിണറ്റിലെ മുട്ടയിടുള്ളൂ എന്നൊക്കെ നമ്മൾ ഈ പറയണത്. ഇത് തന്നെയല്ലേ ബിഗ് ബോസിലും ചെയ്യുന്നത്. നല്ല രീതിയിൽ ഒറ്റയ്ക്ക് ആരും തുണയില്ലാണ്ട്, കൂട്ടില്ലാണ്ട്, സ്വന്തമായിട്ടുള്ള കാര്യങ്ങളും സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളും പറഞ്ഞ് അവനവിടെ വന്ന് അവിടെ നിലകൊണ്ടു. നമുക്കെല്ലാവർക്കും സന്തോഷം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ബിഗ് ബോസിൽ പോകുന്നത് കൂട്ടുണ്ടാക്കാനോ, ഭാര്യനെ ഉണ്ടാക്കാനോ, കാമുകീനെ ഉണ്ടാക്കാനോ, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ഉണ്ടാക്കാനോ ഒന്നല്ല. നമ്മൾ കളിച്ച് പേരുണ്ടാക്കുക, ഗെയിം കളിക്കുക, അതുപോലെ തന്നെ അവിടുന്ന് കപ്പും കൊണ്ടുപോരുക. അതായിരിക്കണം നമ്മുടെയൊക്കെ ലക്ഷ്യം. അല്ലാണ്ട് അവിടെ ചെന്ന് കൂട്ടും കൃഷിയും കൂടാണ്ട് നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ നമുക്ക് ബഹുമാനം ഉണ്ടായിരുന്നു നമ്മുടെ അനീഷിനോട്. പക്ഷെ അവിടെ മണ്ടത്തരം ചെയ്തു. നല്ല രീതിയിൽ കളിച്ച് കൊണ്ടുപോണ ഒരു ഷാനവാസിനെ അവൻ കൂട്ടുകാരനാക്കി. ഷാനവാസിന് ഇവൻ കൂട്ടുകാരനാവണം അത്യാവശ്യമാണ്. അതവന് ഏണിപ്പടികൾ ചവിട്ടി കയറാനുള്ള അവൻ്റെ ഗെയിമാണത്. അതിന് ഈ മണ്ടൻ നിന്നു കൊടുത്തു. അപ്പോൾ എന്തുണ്ടായി? അവൻ അവിടെ സോപ്പിട്ടുകൊണ്ട് അവൻ്റെ കാര്യം കാണാൻ വേണ്ടി നൂറേനെയും ആതിരേനെയും ഇവനെയും എല്ലാം കരിക്കളാക്കണം. ചതുരംഗത്തിലെ കരിക്കൾ. ഈ മണ്ടനത് മനസ്സിലായില്ല. എന്നിട്ട് ആർക്കാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത്? അവന്, ഷാനവാസിന്. അതിനു വേണ്ടി ഇവൻ കൂട്ടുകാരനായി. ഇപ്പം അതിൻ്റെ ഉള്ളിലുള്ള എല്ലാവരും ഷാനവാസിൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞിട്ട് ഇവനെ ഒരു പട്ടീനെ ആട്ടണ പോലെ ആട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആട്ടുന്ന ഒരു സീൻ നമുക്ക് ഇപ്പം കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവളെന്തൊരു മനുഷ്യത്വം ഇല്ലാത്ത ആളാണ്. തലവേദന എടുത്തിട്ട് എടുക്കാൻ അവളെടുത്ത് കുഴിയിൽ വെക്ക്. ഒരു യുദ്ധം ഒഴിവാക്കാൻ കാല് പിടിച്ചപ്പോ തലക്കയറിയിരുന്ന് മുടിവെട്ട. ഇയാൾക്ക് പിന്നെ എന്തെന്ന് അറിയണത്? പുറത്ത് തുണിയില്ല അവളുടെ. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? മറ്റുള്ളവരെ ഉപദ്രവിക്കാനായിട്ട് ഇറങ്ങിയേക്കണത്. അത് പറഞ്ഞാ പോരെ? പിന്നെ വിളിക്കണേ കണ്ടസ്റ്റന്റ് അല്ലേ? അത് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഒരാളുള്ളല്ലോ, ഒരാൾ മധ്യത്തിൽ ഇത്ര ആൾക്കാരുടെ ഇറങ്ങാനായിട്ട്? ഇയാൾക്ക് സംശയം ഉണ്ടോ? സംശയം മിണ്ടാണ്ടിയുള്ള പണിയൊന്നും പറയുന്നത്. എന്റെ ഏരിയയിൽ കയറി കളിച്ചാലുണ്ടല്ലോ യുദ്ധം നടക്കൂടെ, യുദ്ധം പറഞ്ഞേക്കാൻ ഞാൻ. എന്തൊക്കെ കാണേണ്ടി വരും എന്റെ ഈശ്വരൻ. എല്ലാരും ചീത്ത പറഞ്ഞല്ലേ, നന്നായി ഉള്ളു. ആവശ്യമായി പോയി. ഉറക്കത്തിൽ തന്നിട്ട് മണ്ടൻ. എന്ത് മണ്ടൻ? എന്ത് മണ്ടൻ? അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. അവന്റെ വാക്കിന് സൂചിയുടെ മൂർച്ച. മണ്ടൻ അറിയോ? അതിന്റെ അർത്ഥം അറിയോ? ഇയാൾക്കറിയില്ലെങ്കിൽ പോയി ഡിക്ഷണറിയിലോ. അറിയോ? ഇല്ല, അറിയില്ല. ഇപ്പോൾ അഹങ്കരിക്കുന്നുണ്ടാവും നീലകണ്ഠന് വീഴ്ത്തിയെന്ന്. 10 ആളിന്റെ ബലവും ഇരുട്ടിന്റെ മറവും ഇല്ലാതെ നേർക്ക് നേരെ നിനക്കൊരു ചുക്കം ചെയ്യാൻ കഴിയില്ല. മണ്ട അതിലേക്ക് അർത്ഥം അറിയോ? ഇല്ല, മുന്നിൽ നിൽക്കല്ലേ. ഏരപ്പാളികളെ, നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളാലെന്നെ. അതിലേക്ക് ഇത് പറയാനുള്ള ക്വാളിറ്റി ഉണ്ടോ? അനീഷിനില്ലല്ലോ. അതുകൊണ്ട് കേട്ടോ. ആണോ അതില? ഞാൻ പെർഫെക്റ്റാ. ആണോ? അതെ. മണ്ടത്തരങ്ങളൊന്നും ജീവിതത്തിൽ ചെയ്തിട്ടില്ലേ? ഇല്ല, ചെയ്തിട്ടില്ല. ചെയ്ത് ഇങ്ങനെ ഒരു സാധനത്തിനെ കണ്ടതിന് ചേട്ടാന്ന് വിളിച്ചത് തോന്നും. അതില് പെർഫെക്റ്റ് ആയിട്ടുള്ള തെരഞ്ഞിരിക്കുക. ഒന്നുമില്ല. ഇല്ല തയ്യാണ്ട് ഒന്നുമില്ല. അപ്പൊ എന്നെ മണ്ടെന്ന് വിളിക്കാം. വിളിക്കാം. മീൻനാറ്റമുണ്ട്. കുളിച്ച് മിടുക്കനായിട്ട് നിൽക്കേ, പണി ഞാൻ തരുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ആതിര പോലും പട്ടീനെ ആട്ടണ പോലെ ആട്ടണത്. ഷാനവാസിൻ്റെ കൂടെ കൂടി എന്ന് പറഞ്ഞാൽ ഒരു കുറ്റം കൂടി അവരെല്ലാവരും മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനേക്കാളും കൂടുതൽ ആട്ട് ഇനി അവൻ എവിടെ നിന്ന് അനുഭവിക്കാൻ നിൽക്കുക.
എന്നിട്ട് എന്തുണ്ടാവും? അവിടെ നിന്ന് നാറി നാണം കെട്ട് അവിടെ നിന്ന് ചിലപ്പോൾ ബിഗ് ബോസിൽ നിന്ന് അടുത്ത് തന്നെ ആവട്ടെ അവളെ എല്ലാ ലക്ഷണമുണ്ട്. നീ എന്തിനാണ് നമ്മുടെ അനീഷേ ഈ ഇത്രയും നാൾ നീ ഒറ്റയ്ക്ക് നിന്നിട്ട് നീ എന്തിനാണ് ഈ ഷാനവാസിൻ്റെ മൂഡ് താങ്ങാൻ പോയത്? ഷാനവാസ് കളിക്കട്ടെ, അവൻ നല്ലൊരു ഗെയിമറാണ്. അതുകൊണ്ടാണല്ലോ നിന്നെ ഫ്രണ്ടാക്കിയത്. അത് മോഹൻലാലിൻ്റെ സാക്ഷി നിർത്തിക്കൊണ്ട് നിന്നെ ഫ്രണ്ടാക്കിയതാരാ? നിന്നെ നന്നാക്കാനാണോ? അവരൊരു സെലിബ്രിറ്റിയാ, നിന്നെ ഒരു ചുക്കും ചുണ്ണാമ്പ് ആരും അറിയില്ല. അപ്പോൾ നിന്നെ അവിടെ വന്നപ്പോൾ അവന് മനസ്സിലായി നിന്നെ 4 ആൾക്ക് ഇഷ്ടമാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിന്നെ അവൻ പിടിച്ചു. നീ ആ കുഴിയിൽ വീഴുകയും ചെയ്തു. ഷേവ് ചെയ്ത് കൊടുക്കാനും മറ്റത് ചെയ്യാനും എല്ലാ കാര്യങ്ങളും നീ എൻ്റെ സുഹൃത്താണ്, ആത്മാർത്ഥ സുഹൃത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഷാനവാസ് അവിടെ ഒരു തെണ്ടിത്തരം ചെയ്താലും തെമ്മാടിത്തരം ചെയ്താലും അതിന് കൂട്ടുപിടിക്കേണ്ട സ്ഥിതി നിനക്ക് വന്നില്ലേ? അപ്പോൾ അതല്ലേ ആതിര എന്നെ വിളിച്ചേ? നീ ഒരു പൊട്ടനാണ്, നീ എല്ലാവർക്കും കൂടെ ഒരു തലവേദനയാണ്, നീ ഒരു വേസ്റ്റാണ്, നിന്നെ ഞങ്ങൾ കാണുന്നത് ഒരു പുഴുത്ത പട്ടീനെ പോലെയാണെന്നുള്ളതല്ലേ നിന്റെ ഇപ്പോൾ ഈ ആൾക്കാർ നിന്നോട് പെരുമാറുന്നത്. ഇപ്പം നിനക്ക് വായ തുറന്ന് എന്തെങ്കിലും പറയാനുള്ള വോയിസ് ഉണ്ടോ? ഇപ്പം നിനക്ക് ആകെ വേണമെങ്കിൽ പറയാം, അരികഴ് 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 ശ്രീനിവാസൻ നാടോടിക്കാറ്റിൽ പറഞ്ഞ പോലെ. അതുപോലെയല്ലേ നീ ആരിനോടും മറ്റുള്ള ആൾക്കാരോടും പറഞ്ഞു പാത്രം കേട് പാത്രം കേട് പാത്രം കേട് പാത്രം കേട് പാത്രം കേട് പാത്രം കേട്. നിനക്കെന്താ ഭ്രാന്താണ്? അല്ല, നിനക്ക് ഇത്തിരി ഭ്രാന്ത് ഉണ്ടല്ലോ അല്ലേ? ജീവിതത്തിൽ മൊത്തം താളം തെറ്റി കിടക്കാൻ മൊത്തം ഭ്രാന്തായിട്ടിരിക്കല്ലേ? അപ്പോൾ അതിൻ്റെയല്ലേ വീട്ടിൽ അവിടെ എന്താ ഈ ബിഗ് ബോസിൽ എന്തായാലും ചെയ്യുക. അപ്പോൾ ബിഗ് ബോസിൽ നീ വന്ന ആ ആഴ്ചയിൽ 2 ആഴ്ചയിൽ നിന്ന പോലെ നീ സുഖമായിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ നിന്നോട് ജനങ്ങൾക്ക് ഒരു റെസ്പെക്റ്റ് വരും. നിൻ്റെ ഗെയിമിനെ നമ്മൾ അംഗീകരിക്കും. ആ അംഗീകാരം നിനക്ക് ഷാനവാസിനെ എപ്പം നീ ഫ്രണ്ടായിട്ട് എടുത്തോ, അവൻ്റെ മൂഡ് താങ്ങി നീ എപ്പം നടന്നോ, അതോട് കൂടിയിട്ട് നിൻ്റെ എല്ലാ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു. നീ ബിഗ് ബോസിൽ ഇപ്പോൾ വെറും 0 ആണ്. ആ സാബുമാനില്ലേ അതേപോലെയാണ്. നീ ഇനി വാഴയായി, തനി വാഴയായി. നിനക്കിനി അവിടെ ഒന്നും ചെയ്യാനില്ല, നിന്നെ ആരും ഒന്നും ചെയ്യിക്കില്ല. നീ വെറും റബ്ബർ സ്റ്റാമ്പായിട്ട്, ഷാനവാസിൻ്റെ റബ്ബർ സ്റ്റാമ്പായിട്ട് നീ മാറി. ഷാനവാസ് ഇവിടെ ഒപ്പിട്, ഇവിടെ സ്റ്റാമ്പ് അടിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ ഒപ്പിടാനും സ്റ്റാമ്പ് അടിക്കാനും മാത്രം നിൽക്കുന്ന ഒരു ഇസ്പേഡ് 7-ആം കൂലി, ഒരു ജോക്കർ. ആ ജോക്കറയാക്കി നിന്നെ മാറ്റി. ആരാണ്? ഷാനവാസ്. അവൻ ആൺകുട്ടിയാണ്. അവൻ കപ്പ് മേടിച്ച് കൊണ്ടുപോകണത് നീ പുറത്തിരുന്ന് കളി കാണുക. അവൻ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുക. അവൻ ബുദ്ധിയുള്ളവനാണ്. അപ്പോൾ പല സെൻറ്റിമെൻറ്റ്സ് ഇട്ടിട്ട് അവൻ കളിക്കും. പല ആൾക്കാരും അവനെ ഇഷ്ടപ്പെടണം, അവനിഷ്ടമാണ്. നിന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാർ മുഴുവൻ ഇപ്പം നിന്നെ വെറുത്ത് തുടങ്ങി മോനെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത്, ആതിര പറഞ്ഞ പോലെ നീ ഒരു പൊട്ടനാ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.